Hello guys, welcome back to another video. ഇന്ന് നമ്മുടെ ഇവിടെ the whole new Chetak 3501 ആണ്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. So without wasting much of time, let's get started. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് സന്തോഷ വാർത്ത പറയാനുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ നമ്മുടെ ജേർണിയിൽ നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. നമ്മൾ ഒത്തിരി ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ 6K സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽ സ്റ്റോൺ നമ്മൾ അച്ചീവ് ചെയ്തു. അതിന് ഈ യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. ഇനിയുള്ള യാത്രയിലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി കൂടുതൽ ഒരു സബ്സ്ക്രൈബർ ബേസിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരോടും ഒരു നന്ദി പറയും. നമുക്ക് എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ വിശേഷങ്ങൾ തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പം നേരത്തെ ഉള്ള ചേതക്കിന്റെ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇവിടെ ബജാജ് യൂസ് ചെയ്തേക്കുന്നത്. കണ്ടു പറഞ്ഞ അതേ ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഓവൽ ഷേപ്പിലുള്ള ഒരു DRL യൂണിറ്റ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് തന്നെ 2 ചേമ്പർ ആയിട്ടുള്ള ഡിമ്മും ബ്രൈറ്റും കാണാൻ പറ്റുന്നുണ്ട്. നടുക്കൊരു ചേതക്കിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറേഴ്സിലോട്ട് വരുമ്പോഴും നമ്മൾ നേരത്തെ കണ്ടു പറഞ്ഞ അതേ സ്ട്രോങ് ആയിട്ടുള്ള മിറേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ 2 സൈഡിലും നമുക്കൊരു ചേതക്കിന്റെ ലോഗോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു വെന്റിലേഷൻ പോലത്തെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ തന്നെ ഒരു ചേതക്കിന്റെ എഴുത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ LED ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലോ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ പാർട്സ് നമുക്ക് മെറ്റലാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ താഴത്തെ ഫെൻഡർ വരുമ്പോഴത്തേക്കും ഫൈബർ പാർട്സ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ടയറിന്റെ സസ്പെൻഷന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു സിംഗിൾ സൈഡഡ് ലിങ്ക്ഡ് സസ്പെൻഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതേ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്രേക്ക് കാലിബേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. പിന്നെ ടയറിന്റെ സൈസിലേക്ക് എടുക്കുകയാണെങ്കിൽ 90-90-12 MRFന്റെ ട്യൂബ്ലെസ് ടയർസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്കിനി വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് കിടക്കാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 3501 എഴുതിയ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ടോപ്പ് വേരിയന്റ് നമുക്ക് ക്ലോസ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. പക്ഷേ ഇതിന്റെ ലോ വേരിയന്റ് നമുക്ക് ഓപ്പൺ ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ഫിനിഷിംഗ് 2 സൈഡിൽ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സ്വിച്ച് നമ്മുടെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഇത് ഞെക്കി പിടിക്കുമ്പോൾ ഇത് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വരുമ്പോൾ നമുക്കിവിടെ ഒരു മൊബൈൽ ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ടൈപ്പ് എ പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് എയ്ഡിൻ്റെയും ടൂൾ കിറ്റിൻ്റെയും യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് ചെറിയൊരു ഹോൾഡ് ചെയ്യാനുള്ള പൊസിഷനും പിന്നെ ടയറിൻ്റെ പ്രഷറും കാര്യങ്ങളെല്ലാം ഇവിടെ വാർണിങ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഒരു മാറ്റം ഈ ഫ്ലോർ ബോർഡിലാണ് വരുത്തിയേക്കുന്നത്. കാരണം ഈ ഫ്ലോർ ബോർഡിന് പുതിയ മോഡലിൽ അത്യാവശ്യം ലെങ്ത് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓവറോൾ ലെങ്തിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഫ്ലോർ ബോർഡിന്റെ അടിയിലാണ് ഇതിന്റെ ബാറ്ററി പാക്ക് വരുന്നത്. അതൊരു മെറ്റൽ കേസിംഗിലാണ് പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്. നേരത്തെ ഉള്ള മോഡലിൽ നമ്മുടെ സീറ്റിന്റെ അടിയിലായിരുന്നു കൊടുത്തേക്കുന്നത്. എന്നാൽ ഇതിൽ താഴെയാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ സീറ്റിംഗിലേക്ക് കിടക്കാം. സീറ്റിംഗിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചേതക്കിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതേ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു 3 കിലോയുടെ ഒരു ഹുക്ക് ഇറങ്ങി വരുന്നതാണ്. അത് നമുക്കൊരു 3 കിലോ മാക്സിമം വെയിറ്റ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സീറ്റിംഗിലേക്ക് കിടക്കുമ്പോൾ അത്യാവശ്യം ടെക്സ്ചർഡ് ഫിനിഷ് ആയിട്ടുള്ള 2 ടെക്സ്ചർ ഒരുമിച്ച് വരുന്ന സീറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ അത്യാവശ്യം സ്ട്രൈപ്സും കാര്യങ്ങളും, എന്നാൽ ബാക്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ളതാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചേതക്കിന്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പം നമ്മുടെ സ്ട്രോങ് ആൻഡ് സ്റ്റഡി ബിൽഡ് ആയിട്ടുള്ള നേരത്തെ ഉള്ള മോഡൽസ് കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ കണ്ടേക്കുന്ന ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേതക്കിന്റെ ഒരു സിൽവർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററും ബ്രേക്ക് യൂണിറ്റ്സും ഇൻഡിക്കേറ്ററുള്ള സിസ്റ്റം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ താഴെ നമുക്ക് 2 സൈഡിലും റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റ്, നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ്, പിന്നെ നമുക്കൊരു ബാക്കിലത്തെ ഫെൻഡറിന്റെ എക്സ്റ്റൻഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് താഴത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് കണ്ട പോലെ തന്നെ 90-90-12 MRFന്റെ സപ്പർ ടയേഴ്സ് ആണ് ബാക്കിൽ യൂസ് ചെയ്തത്. സെയിം പ്രൊഫൈൽ ടയേഴ്സ് തന്നെയാണ്. പിന്നെ ഇതിന്റെ മോട്ടറിന്റെ സൈഡിലേക്ക് കിടക്കുന്ന 4 kWh മോട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ബാറ്ററി 3.5 kWh ബാറ്ററിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് IP67 റേറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അതിന്റെ ഫ്ലോർ ബോർഡ് വരെ അത്യാവശ്യം വെള്ളം കയറിയാൽ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് വരില്ലെന്നാണ് ബജാജ് ക്ലെയിം ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഉള്ള മോഡൽസ് കണ്ടുപോലുള്ള BLDC ഹബ് മോട്ടറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസിയാണ് ബാക്കിൽ കൊടുക്കുന്നത്. ഡ്രം ആണെന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ആണ് കൊടുത്തത്. എനിക്ക് ഇതിൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ചേതക്കിന്റെ ഒരു 2 എഴുത്ത് കാണാൻ പറ്റുന്നുണ്ട്. മാറ്റ് ഫിനിഷുള്ള എഴുത്തും കാണാൻ പറ്റുന്നുണ്ട്. സിൽവർ ഫിനിഷിംഗ് ഉള്ള എഴുത്തും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നമ്മുടെ ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു നമ്മുടെ ഒരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു പീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഇവിടെ ഒരു 2 പീസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് സൈഡിലത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വണ്ടിയുടെ സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. സ്വിച്ചസ് നേരത്തെ ഉള്ള മോഡലിൽ കണ്ടിട്ടുള്ള അതേ ഇലിമിനേറ്റിംഗ് ആയിട്ട് സ്വിച്ചസ് ആണ്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലാമ്പ് ഓൺ ആക്കാനുള്ള സ്വിച്ച്, ഡിമ്മ്, ബ്രൈറ്റ്, ജോയ്സ്റ്റിക്കിന് കൺട്രോൾ, ഹോണെ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഇൻഡിക്കേറ്റർ, റിവേഴ്സ് മോഡ്, ഡിക്കിയും ബൂട്ട് സ്പേസ് ഓൺ ആക്കാനുള്ള, പിന്നെ നമ്മുടെ ഡ്രൈവ് മോഡിന്റെ സെറ്റിന്റെ സ്വിച്ച്. പിന്നെ നമുക്ക് ഈ ടോപ്പ് മോഡൽ നമുക്ക് കീ ഫോബ് ആണ് വരുന്നത്. നേരത്തെ ഉള്ള മോഡലിൽ കണ്ട പോലെ. പക്ഷേ ഇതിന്റെ താഴത്തെ വേരിയന്റ് നമുക്ക് മാനുവൽ കീസ് തന്നെയാണ് വരുന്നത്. നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ഓണാക്കി നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഇലിമിനേഷനോട് ചേതക്കിന്റെ സിമ്പിളോടുകൂടി വണ്ടി ഓണായി വരുന്നതാണ്. അതിൽ നമുക്ക് ഓഡോമീറ്റർ ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, റേഞ്ച്, നമ്മുടെ SOC, പിന്നെ നമുക്കിവിടെ
ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് സൈഡ് സ്റ്റാൻഡ് സെറ്റിംഗ്സിൻ്റെ വാണിംഗ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ മാപ്പിൻ്റെ ഇതുണ്ട്, പിന്നെ നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ്, പിന്നെ നോട്ടിഫിക്കേഷൻ. ഇതിലിപ്പം നമുക്ക് ടെക് പാക്ക് ആഡഡ് അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഇ സിമ്മോ കാര്യങ്ങളൊന്നും എനേബിൾഡ് അല്ല. അല്ലെങ്കിൽ നമുക്ക് ടെക് പാക്ക് ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഇ സിം ഫെസിലിറ്റി കിട്ടുന്നത്. അപ്പം നമുക്ക് മാപ്പെല്ലാം ഓൺ ബോർഡായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് വരുന്നതെന്ന് വെച്ചാൽ 129 കിലോ ആണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം കാരണം ഇതൊരു മെറ്റൽ ഫിനിഷിൽ വരുന്ന ഒരു വണ്ടിയാണ്. നമുക്കിനി ഇതിൻ്റെ സീറ്റ് എങ്ങനെയുണ്ടെന്ന് തുറന്നു നോക്കാം. ഇതിൽ നമുക്ക് 35 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറും. ഇപ്പം ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും സ്പേസ് ഉള്ള ഒരു വണ്ടികളിലൊന്നാണ് ഇത്. നേരത്തെ ഉള്ള മോഡലിൽ നമുക്ക് 18 ലിറ്റർ ആയിരുന്നു നമ്മുടെ അണ്ടർ സ്റ്റോറേജ് സ്പേസ്. ഇതിൽ നമുക്ക് 35 ലിറ്ററോളം വരുന്നുണ്ട്. പിന്നെ നേരത്തെ ഉള്ള പോലെ തന്നെ നമുക്കൊരു പി സൗണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ മീറ്ററിൽ സീറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞൊരു വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ആൻഡ് ആയതുകൊണ്ട് നമുക്കിത് ഓൺ ബോർഡഡ് ആയിട്ടാണ് ചാർജർ വരുന്നത്. പക്ഷേ ഇത് അതിൻ്റെ കണക്റ്റിംഗ് കേബിളാണ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ചാർജറിൻ്റെ യൂണിറ്റ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് 0 to 80 കവർ ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് 3 hours ആണ് ചാർജിങ് ടൈം എടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ മോഡലിൽ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചില മോഡൽസിൽ അവർ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്, എന്നാൽ ഈ മോഡലിൽ അവിടെ നല്ലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഇതിൽ നേരത്തെ ഉള്ള മോഡലിലെ പോലെ തന്നെ ഹൈഡ്രോളിക്കായിട്ട് വന്ന് അടയുന്ന രീതിയിലാണ് ഇതും കൊടുത്തേക്കുന്നത്. നമ്മൾ പ്രസ് ചെയ്ത് അങ്ങ് അടച്ചു ചെയ്യുമ്പോഴത്തേക്കും ആ ഒച്ച അങ്ങ് നിൽക്കും. ഇനി നമുക്ക് ഒറ്റ ചാർജിൽ വണ്ടി 153 കിലോമീറ്റർ ഓടുന്നതാണ് പുതിയ മോഡലിൽ. പിന്നെ വണ്ടിയുടെ സർട്ടിഫൈഡ് ടോപ്പ് സ്പീഡും 73 km/h ആണ്. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് 78 വരെ വണ്ടി കയറുന്നുണ്ട്. സ്പോർട്സ് മോഡൽ, എക്കോ മോഡൽ നോർമലായിട്ടുള്ള ഒരു വലിയും കാര്യങ്ങളെ വണ്ടിക്ക് വരുന്നുള്ളൂ. ഇനി ഈ വണ്ടിക്ക് കുറച്ച് ആഡ് ഓൺ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ എക്സ്റ്റൻഡഡ് വാറന്റിയാണ്. 3 വർഷം കമ്പനി വരുന്ന സ്റ്റാൻഡേർഡ് വാറന്റി, പിന്നെ 2 കൊല്ലം നമുക്ക് എക്സ്ട്രാ അഡീഷണൽ വാറന്റി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ടെക് പാക്ക് വരുന്നുണ്ട്. ടെക് പാക്കിന്റെ കറക്റ്റ് പ്രൈസ് ഇപ്പം നമുക്ക് റിവീൽ ആയിട്ടില്ല. നമുക്ക് ഏകദേശം അറിയാൻ പറ്റുന്നത് വെച്ചാൽ 5000-നും 9000-നും ഇടയിലാണ്. നേരത്തുള്ള മോഡലിൽ ടോപ്പ് വേരിയന്റിന് 9000 രൂപയായിരുന്നു. അത് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഇ സിം എനേബിൾഡ് ആവും, പിന്നെ ഡേറ്റ പാക്ക് എനേബിൾഡ് ആവും, പിന്നെ വണ്ടിയുടെ സ്റ്റോളൻ ഡിറ്റക്ഷൻ, തീഫ് ഡിറ്റക്ഷൻ, പിന്നെ സീക്വൻഷ്യൽ ലൈറ്റ്സ്, പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ആക്ടിവേറ്റ് ആയി കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് ബജാജ് തരുന്നുണ്ട്. പിന്നെ ഇതിന് നമുക്ക് മൊബൈൽ കണക്ടിവിറ്റി വരുന്നുണ്ട്. നമ്മുടെ ആപ്പിൽ കൂടെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് 1 year ഡേറ്റ പാക്ക് വരുന്നുണ്ട്. ഡേറ്റ പാക്ക് നമ്മൾ 1 year കഴിയുമ്പോൾ എക്സ്ട്രാ പൈസ കൊടുത്ത് നമുക്ക് എടുക്കേണ്ടതാണ്. ഈ വണ്ടിക്ക് 3 വേരിയന്റ് വരുന്നുണ്ട്: 3501, 02, 03. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ടോപ്പ് വേരിയന്റ് 3501 ആണ്. ഇതിന് 5 കളർ ഓപ്ഷൻ വരുന്നുണ്ട്. 4 ഗ്ലോസി ഫിനിഷും ഒരു മാറ്റ് ഫിനിഷും വരുന്നുണ്ട്. അതിൽ മാറ്റ് ഫിനിഷ് വരുന്ന റെഡ് ആണ്. അത്യാവശ്യം കാണാൻ നല്ല ലുക്കുള്ള ഒരു ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ 3502-ലും 03-ലും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. വരുമ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. നമുക്ക് അറിയാൻ പറ്റിയേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 3502-ൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഇതിലുള്ള പോലെ തന്നെ. പക്ഷേ നമുക്ക് മെറ്റാലിക് കീസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഫാബ് കീസ് അല്ല അതിൽ ആ 2 മോഡലും വരുന്നത്. പിന്നെ താഴത്തെ വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഡ്രം വേരിയന്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തേക്കുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. പിന്നെ താഴത്തെ വേരിയന്റിൽ നമുക്ക് ടച്ച് സ്ക്രീൻ അല്ല വരുന്നത്, നോർമൽ സ്ക്രീൻസ് തന്നെയാണ്. നമ്മൾ പഴയ പ്രീമിയത്തിൽ അർബനിലൊക്കെ കണ്ട അതേ രീതിയിലുള്ള TFT സ്ക്രീൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ സസ്പെൻഷന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ്. അത്യാവശ്യം കുണ്ടും കുഴിയും ചാടുമ്പോൾ നമുക്ക് വലിയ ഫീലിങ്ങോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഒരു ബേസിക് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ സീറ്റിങ്ങിന്റെ സൈഡിലേക്ക് എടുക്കുമ്പോൾ 2 പേർക്ക് അത്യാവശ്യം നന്നായിട്ട് ഇരിക്കാവുന്ന ഒരു വെൽ കുഷൻഡ് സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഈ വണ്ടി ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു ചോദിച്ചാൽ, നിങ്ങളൊരു വലിയൊരു പവറോ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാതെ ഒരു സ്മൂത്ത് ആയിട്ട് പോകേണ്ട ഒരു ലെവലിലുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ ഓല ഏതറൊന്നും പോലെ അത്ര ഒരു വലിച്ചുകൊണ്ട് പോക്കോ കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ബജാജ് ചേതക് 3501-ന്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് ഈ വണ്ടി തന്ന് സഹായിച്ച കോട്ടയത്തെ റോയൽ ബജാജ് ആണ്. അവർ തന്നെയാണ് ബജാജിന്റെ ചേതക്കിന്റെ ഓതറൈസ്ഡ് ഡീലർ കോട്ടയത്ത് വരുന്നത്. അവരോട് ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. പിന്നെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് കോട്ടയത്ത് വരുന്നതെന്ന് വെച്ചാൽ 149 ആണ്. എക്സ്ഷോറൂം വരുന്ന 132. പിന്നെ നമുക്ക് ഈസി ഫിനാൻസ് ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 1 year മുതൽ 4 years വരെയുള്ള ഫിനാൻസ് ഓപ്ഷൻ വരുന്നുണ്ട്. 6.5% ഇൻട്രസ്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ പിൻ കമന്റിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.